നമസ്കാരം. എല്ലാവർക്കും വീണ്ടും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ എനിക്ക് വന്നൊരു കമൻറ്റാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതായത് ഇതൊരു പെയ്ഡ് പ്രോഗ്രാം ആണെന്നും ഗുജറാത്തിൽ 150 രൂപയ്ക്ക് ആളെ കിട്ടും എന്നുമൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായില്ല ഞാൻ എന്ത് പെയ്ഡ് പ്രോഗ്രാമാണ് അതിൽ ചെയ്തതെന്നോ അല്ലെങ്കിൽ എന്ത് പെയ്ഡ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഭവത്തെ കുറിച്ച് കൂടുതലായിട്ട് എടുത്ത് അതിന് വേണ്ടിയിട്ട് പറയുകയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതെനിക്ക് മനസ്സിലായില്ല. എന്തായാലും 150 രൂപയ്ക്ക് പണി കിട്ടും എന്നൊക്കെ പറയുമ്പോൾ തന്നെ അതൊരു അവിശ്വസനീയമായ കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ലേബർ ലോഡ് അനുസരിച്ചിട്ട് മിനിമം വേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്തിൽ 450 രൂപയാണ് മിനിമം വേതനം 8 മണിക്കൂറിൽ. അപ്പോൾ അതിൽ കൂടുതലാണ് എന്തായാലും കിട്ടുന്നത്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സ് കാണുക, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. So mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things, realize something needs change. ഹേ ഗൈസ്, വെൽക്കം ടു ഇൻഡോർ സിറ്റി. അപ്പം നിങ്ങൾ ഇന്നലെ കണ്ടിരുന്നു, ഞങ്ങൾ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തിരുന്നു. ലാൻഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഏകദേശം 12:45 ആണ്. അവിടെ നിന്ന് ഒരു അരമണിക്കൂറത്തെ ദൂരമുണ്ട് നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയാണ്. ഞങ്ങൾ ഹോട്ടലിലെത്തി. ഇനി ചെക്ക് ഇൻ ചെയ്ത് രാവിലെ തന്നെ വീണ്ടും അടുത്ത പ്രോഗ്രാമുണ്ട് നമ്മുടെ, അതിലേക്ക് പോകണം. ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ തന്നെ റെഡിയായി വണ്ടിയിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലൊക്കേഷനിലേക്കുള്ള വണ്ടിയിൽ കയറി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാം ഈ ഒരു സിറ്റിയുടെ ക്ലീനിങ്. അതായത് ഒരു ഏറ്റവും നല്ല വൃത്തിയായിട്ട് തന്നെ കിടക്കുന്ന ഒരു സിറ്റിയാണിത്. എങ്ങും നമുക്ക് അവിടെ എവിടെയോ കച്ചടകൾ അല്ലെങ്കിൽ കച്ചടയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കില്ല. ക്ലീൻ സിറ്റിയാണ്. അപ്പം 2023 വരെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ക്ലീനസ്റ്റ് സിറ്റിക്കുള്ള അവാർഡ് കിട്ടിയ അതേ ഇൻഡോറിനാണ് ഈ ഇൻഡോർ. അപ്പം അതനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ 2024 ക്ലീനസ്റ്റ് സിറ്റികൾ അവാർഡ് കിട്ടിയിരിക്കുന്നത് 1 നമ്പറിലെ സൂറത്താണ്. നമുക്ക് പോകേണ്ടത് ആ മോളിലാണ്. അതായത് ഈ ഒരു മോളിൽ 2 മോളാണ്. 2 മോളിൻ്റെ ഇടയിലൂടെ ഒരു റോഡാണ്. ആ റോഡ് മുകളിലൂടെ തന്നെ ഒരു ഓവർ ബ്രിഡ്ജാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 2 മോളിൽ ഒന്നാണ്. ഇത് മോളിന് അകത്തുള്ള സെക്കൻഡ് മോളിൻ്റെ ഒരു വ്യൂ ആണ്. ഞങ്ങൾ മുകളിലേക്ക് കയറി. ഇവിടെ നിന്ന് ശ്രദ്ധിച്ചോട്ടെ, ഇതിനകത്ത് തന്നെ നമുക്ക് ഒത്തിരി ചെറിയ ഐറ്റംസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ നടന്നു പോയി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇഷ്ടമുള്ള കടയിൽ കയറി അങ്ങനെ വാങ്ങിക്കാം. അതൊരു പ്രത്യേക ഒരു സംഭവമാണ് ആ സാധനം. ഇത് എല്ലായിടത്തും ഈ ഒരു സംഭവം ഉണ്ട്. അത് വേണ്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അന്ന് പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ നേരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ തിരിച്ച് സൂറത്തിലേക്ക് വീണ്ടും പോകാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ബോർഡിംഗ് പാസ്വേഡും മറ്റുള്ള എല്ലാ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇതാണ് ഇൻഡോർ എയർപോർട്ട്. അപ്പോൾ ബാക്കിയുള്ള എയർപോർട്ടുകൾ പോലെ തന്നെ നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഫെസിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് സൂറത്തിലേക്ക്. അപ്പോൾ ഓക്കെ, ബായ്. ഇനിയും വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ. Now that
violently. Thanks for